ഡിസ്കസ് ചെയ്തത് ആ, നമ്മുടെ ഒരു ഗോൾ സെറ്റിംഗ് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷന്റെ ഒരു ന്യൂറോ സയൻസ് ആണ്. അതിന്റെ പിന്നിലെ ന്യൂറോ സയൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മളൊരു ഗോളുമായിട്ട് നമ്മൾ പോകുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ അതുമായിട്ട് അപ്രോച്ച് ചെയ്യുന്നത്, ഒരു ബ്രെയിനിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നമ്മളൊരു അവയർനെസ്സിന് വേണ്ടിയിട്ട്, ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രെയിനെ കുറിച്ച് മനസ്സിലാക്കിയത്. അപ്പൊ നമ്മൾ ഇന്നലെ ഒരു കാര്യം മനസ്സിലാക്കി. ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെർട്ടനിറ്റി കിട്ടിയാൽ ബ്രെയിൻ അതിനു വേണ്ടി വർക്ക് ചെയ്യും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം ഫെമിലിയർ ആയിട്ടുള്ള കാര്യം ചെയ്യാനാണ് ഇഷ്ടം. പുതിയ കാര്യങ്ങൾ ബ്രെയിന് ചെയ്യണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ എപ്പോഴും ഒരു കംഫർട്ട് സോണിൽ നിൽക്കുക എന്നുള്ളതാണ് ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അത് നമ്മളുടെ മുന്നോട്ടുള്ള യാത്രയിൽ, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന തടസ്സത്തിൽ ഒന്നാണ് ഈ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ബ്രെയിനിന്റെ തന്നെ ഒരു കൗണ്ടർ പാർട്ടാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത്. ഇപ്പോൾ ബ്രെയിൻ നമുക്ക് തരുന്നത് ചിന്തകളാണ് എങ്കിൽ നമ്മൾ ആക്ഷൻ എടുക്കുന്നത്, നമ്മുടെ പ്രവൃത്തി നടക്കുന്നത് നമ്മുടെ ശരീരത്തിലൂടെയാണ്. അപ്പൊ നമുക്കറിയാം, ഈ ചിന്തകൾ നമ്മൾക്ക് പെട്ടെന്ന് വരും പോവും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാൽ ഈ ചിന്തകൾക്കനുസരിച്ച് നമ്മളുടെ ബോഡി പ്രവർത്തിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ബോഡി ഒരല്പം പുറകിലാണ് നമ്മുടെ ചിന്തകളുമായിട്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. കാരണം ഇപ്പൊ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ ബ്രെയിൻ ചിന്തിക്കുമ്പോൾ, കോൺഷ്യസ്ലി ബോധപൂർവ്വം നമ്മുടെ ഗോളുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ നമുക്ക് ആശയങ്ങൾ വരും. പക്ഷെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് അത് ചെയ്യിക്കാത്തത് നമ്മുടെ ബോഡിയാണ്. നമ്മുടെ ബ്രെയിൻ അറിയാം ഇതാണ്, ബോധപൂർവ്വം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ അറിയാം ഇതാണ് ശരിയായ കാര്യം, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മുടെ ബ്രെയിന് വളരെ നന്നായിട്ട് അറിയാം. പക്ഷെ അത് പ്രവൃത്തിയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി പലപ്പോഴും അതുമായിട്ട് കോപ്പറേറ്റ് ചെയ്യില്ല. അപ്പൊ ബോഡി പലപ്പോഴും അതിന് തടസ്സമായി വരാറുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ്. നമ്മൾ എല്ലാ ദിവസവും രാവിലെ രാവിലെ എഴുന്നേൽക്കുന്നത് നല്ലതാണെന്ന് നമുക്കറിയാം. അതുപോലെ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മളൊരു 1.5 മണിക്കൂർ, ഇപ്പൊ രാവിലെ എഴുന്നേറ്റിട്ടെന്നല്ല, എപ്പോഴാണെങ്കിലും ഒരു 1.5 മണിക്കൂർ നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യുന്നത് നല്ലതാണ് എന്നും നമുക്കറിയാം. ഇതൊക്കെ നമുക്ക് ബോഡിക്ക് അറിയാം, നമുക്ക് ബ്രെയിൻ അറിയാം ഇത് വളരെ നല്ല കാര്യമാണ്, ഹെൽത്തി ആയിട്ട് ജീവിക്കുന്നത് വളരെ നല്ല കാര്യമാണെന്ന് അറിയാം. എങ്കിലും നമ്മൾ ഈ വർക്കൗട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ജിമ്മിൽ പോയിട്ട് സൈനപ്പ് ചെയ്തു, ഫീസ് അടച്ചു. പക്ഷെ നമ്മൾ 1-2 ദിവസം പോയി കഴിയുമ്പോഴത്തേക്കും പതുക്കെ നമുക്ക് ഓരോരോ തടസ്സങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കും. ഒന്നെങ്കിൽ നമുക്കൊരു പനി വരും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ജോലി തടസ്സം വരും. ഇതൊക്കെ നമ്മൾ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ബോഡിയാണ്. ഞാനിത് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ ബോഡി, മൈൻഡ്, ഹാർട്ട് എന്നൊക്കെ പറയുമ്പോൾ ഇതിന് നാലാമതൊരാൾ കൂടെ ഉണ്ട്, നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന ഒരാൾ. അതായത് ഇപ്പോ ഞാൻ എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ ഒരു വ്യത്യാസം നമ്മുടെ മനസ്സിലേക്ക് കയറണം. അതായത് ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ബോഡിയുമല്ല, എൻ്റെ ഹാർട്ടുമല്ല, എൻ്റെ ബ്രെയിനുമല്ല. അപ്പൊ അതായത് എൻ്റെ ചിന്തകളുമല്ല, എൻ്റെ ഇമോഷൻസുമല്ല, എൻ്റെ ആക്ഷൻസും അല്ല. ഞാനെന്ന് പറയുന്നത് ഇതൊന്നും അല്ലാത്ത ഒരാളാണ്. ഈ ഉള്ളിലുള്ള എനിക്കാണ് ഈ ലക്ഷ്യങ്ങൾ നേടണം, വിജയിക്കണം, വളരെ നമുക്ക് ഒരു അച്ചീവ്മെന്റ് വേണം, സാറ്റിസ്ഫാക്ഷൻ വേണം, സക്സസ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് ഈ എനിക്ക് മാത്രമാണ്. പക്ഷെ എൻ്റെ ബോഡിയെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ ബോഡിക്കോ എൻ്റെ ബ്രെയിനിനോ എൻ്റെ ഹാർട്ടിനോ ഇനി എൻ്റെ ആക്ഷനോ അല്ലെങ്കിൽ എൻ്റെ തോട്ടിനോ അല്ലെങ്കിൽ എൻ്റെ ഇമോഷനോ ഇതൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവർക്ക് സർവൈവ് ചെയ്ത് പോയാൽ മതി. അപ്പൊ എപ്പോഴും നമ്മളും നമ്മളും അതുപോലെ തന്നെ ഈ 3 എലമെന്റ്സും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ ചില സമയത്ത് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന എന്താന്ന് വെച്ചാൽ, ഈ പറയുന്ന കാര്യം, അതായത് നമ്മുടെ ഇമോഷൻ നമ്മളാണെന്ന് ചിലപ്പോൾ വിചാരിക്കും, നമ്മുടെ ചിന്തകൾ നമ്മളാണെന്ന് വിചാരിക്കും, നമ്മുടെ ആക്ഷൻ നമ്മളാണെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ ഫെമിലിയർ ആയിട്ട് നമ്മൾ വിചാരിക്കുന്നതൊക്കെ ഇതാണ്. നമ്മൾ പറയുന്നത് നമ്മുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതിനെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഒരു ക്യാരക്ടർ എന്ന്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഈ ക്യാരക്ടറാണ് ഞാൻ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് എന്ന് പലപ്പോഴും പലരും പറയാറുണ്ട്. സത്യത്തില് അവര് ഐഡന്റിഫൈ ചെയ്യുന്നതാണ്, അവരുടെ ബോഡി അവരാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു, അവരുടെ മൈൻഡ് അവരാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു, അവരുടെ ഇമോഷൻസ് അവരാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് എന്താണ് ഈ ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മുടെയാണ്, അതുകൊണ്ട് നമ്മൾ മാറില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിന്റെ കാരണം. അപ്പൊ ഈ മൂന്നിനെയും സെപ്പറേറ്റ് എലമെന്റ് ആയിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് നമ്മൾ വിചാരിക്കാം.
ഇതിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനെ നിയന്ത്രിക്കേണ്ടത് നമ്മളാണെന്ന് വിചാരിക്കുക. നമ്മളെന്ന് പറയുന്ന ഒരു നാലാമത്തെ ഒരാൾ ആണ് ഈ 3 എലമെന്റിനെയും നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചലിപ്പിക്കുന്നതെന്നും വിചാരിക്കുക. അപ്പൊ ആ തരത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഈ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വേൾഡിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മുടെ ത്രൂ നമ്മുടെ ബോഡിയാണ്. അതായത് നമ്മുടെ സെൻസസ്, നമ്മുടെ 5 സെൻസ് വഴിയാണ് നമ്മുടെ ശ്വസനം, നമ്മുടെ പിന്നെ ഗന്ധങ്ങൾ അല്ലെങ്കിൽ ചെവി, പിന്നെ നമ്മുടെ ടേസ്റ്റ്, കേൾക്കുന്നത്, നമ്മൾ എന്താണ് നമ്മുടെ ടച്ച്, ബോഡി ടച്ചിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും. ഇങ്ങനെ എല്ലാ സെൻസ് വഴിയാണ് നമ്മൾ ഈ ലോകവുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത്. അപ്പൊ ഈ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ബോഡിയുടെയും പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇൻസ്ട്രുമെന്റ്, ഈ ബോഡി എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റിനെ സേഫ് ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബോഡിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പൊ നമുക്കറിയാം, നമ്മള് നമുക്ക് എത്ര വയ്യാതിരിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് സേഫ് അല്ലാത്ത ഒരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി പെട്ടെന്ന് നമ്മളെ ആക്ഷൻ എടുപ്പിക്കും. ഉദാഹരണത്തിന് നമ്മളൊരു നമ്മളൊരു പാർക്ക് ബെഞ്ചിൽ നമ്മൾ വളരെ അലസമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ പെട്ടെന്ന് എവിടെന്നോ ഒരു ഒരു പട്ടി വന്നിട്ട് നമ്മുടെ ബാക്കിൽ നിന്ന് കുരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ പെട്ടെന്ന് അലസമായിരുന്നാലും നമ്മൾ പെട്ടെന്ന് ഉണരും. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ബോഡി എക്യൂപ്പ് ചെയ്യും ഈ പട്ടിയിൽ നിന്ന് രക്ഷപ്പെടാൻ. ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഇതിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ, ഇത് ചേഞ്ച് ചെയ്തിട്ടുള്ളതാണോ, അല്ലെങ്കിൽ നമ്മളെ കടിക്കുവോ എന്നൊക്കെ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ പെട്ടെന്ന് അതിനുള്ളൊരു നമ്മുടെ ബോഡി പെട്ടെന്ന് എക്യൂപ്പ് ആവും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് നമ്മൾ മനുഷ്യനുണ്ടായ കാലം തുടങ്ങി നമ്മുടെ ബോഡിയെ ആപത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബോഡിയുടെ പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഐഡിയ നമ്മൾ ആദ്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോ നമുക്കറിയാം, നമുക്ക് ബോഡിക്ക് എപ്പോഴും ഒരു റിഫ്ലക്സ് ആക്ഷൻ ഉണ്ട്, ഇല്ലേ? നമ്മൾ പെട്ടെന്ന് ഒരു അപകടം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി പെട്ടെന്ന് അതിന് വേണ്ടിയിട്ട് സേഫ് ആക്കാൻ വേണ്ടി നോക്കും. ഇപ്പൊ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു 20 നിലയുള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നിട്ട് അതിന്റെ ബാൽക്കണിയിൽ നിന്നിട്ട് നമ്മൾ പതുക്കെ കുറച്ച് ക്ലോസ് ആയിട്ട് നമ്മൾ താഴേക്ക് നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ കാലിൽ നിന്നൊക്കെ ഒരു തരിപ്പ് വരും, അത് പേടിയുള്ളവർക്ക്. അപ്പൊ അതായത് നമുക്കത് അൺസേഫ് ആണ് എന്ന് നമ്മുടെ ബോഡി തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ അവിടുന്ന് പിന്തിരിപ്പിക്കാനുള്ള എല്ലാ ശ്രമവും നമ്മുടെ ബോഡി ചെയ്യും. ശരിയല്ലേ? അപ്പോ അതേപോലെ തന്നെയാണ് നമ്മൾ പെട്ടെന്ന് എന്താ പറയുക, ഇപ്പൊ ഒരു പരിചയമില്ലാത്ത ഒരു സ്ഥലത്തോടെ നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും ഇപ്പൊ ഞാൻ പറയാണ്, ഇപ്പൊ നമുക്ക് പുലിയും ആനയൊന്നും അടുത്തില്ല എങ്കിൽ പോലും ഇപ്പൊ നാട്ടിൽ കൂടെ ഒരുപാട് പുലി ആനയൊക്കെ ഇറങ്ങുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഇതൊന്ന് ഈ പോയിന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയാണ്, നിങ്ങളൊരു റോഡിൽ കൂടെ, നിങ്ങളൊരു റിസോർട്ടിൽ താമസിക്കുകയാണ്. അപ്പൊ വെറുതെ നിങ്ങൾ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കും, നിങ്ങൾക്ക് ഓടാനോ പിടിക്കാനോ ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല. നിങ്ങൾ പതുക്കെ രാവിലെ ഒന്ന് നടക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നടന്നു പോവാണ്. അപ്പൊ കാരണം വെച്ചാൽ നടക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടാൻ ഇച്ചിരി ഡിസ്കംഫർട്ടാണ്. അപ്പൊ അതുകൊണ്ട് നടക്കാമെന്ന് തീരുമാനിച്ചു പതുക്കെ നിങ്ങൾ ഇങ്ങനെ അതിലിങ്ങനെ നടന്നാല് ഭംഗിയൊക്കെ കണ്ടോണ്ടിരിക്കുക. പെട്ടെന്ന് ഒരു കടുവയുടെ ഒരു സൗണ്ട് കേട്ടു. അപ്പൊ പെട്ടെന്ന് എന്തായി, ബോഡി പേടിക്കും, ബോഡി പെട്ടെന്ന് അലർട്ടാവും. അപ്പൊ കടുവ അടുത്തുണ്ട്, ഇത് കടുവയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മുടെ ബോഡി എന്താ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ എങ്ങനെ ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടാം എന്ന് വിചാരിച്ചിട്ട് ജീവിതത്തിൽ ഇതുവരെ ഓടാത്ത ആളാണെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ ഓടി നമ്മുടെ ബോഡിയെ രക്ഷപ്പെടുത്താൻ നോക്കും. അപ്പൊ നമ്മൾ ഇതുവരെ ഓടാത്ത ഒരാളാണെങ്കിൽ അത് ഓടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി നമ്മളെ അത്രയ്ക്ക് ആ രീതിയിലാണ് നമ്മുടെ ബോഡിയെ എക്യൂപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോ നമ്മുടെ ബോഡിയെ സംബന്ധിച്ചിടത്തോളം ബോഡിക്ക് ഈ ഒരു നമ്മുടെ ബോഡിയുടെ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം ഉണ്ട്. അതിനകത്ത് പാരസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം എന്ന് പറയും. അതായത് പാരസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ബോഡിയെ പാരസിമ്പത്തറ്റിക് അല്ല, സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം. ഈ സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം എന്ന് പറഞ്ഞാല് ആ നമ്മളെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ് ആ സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രഥമ കർത്തവ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത് പെട്ടെന്ന് ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ നമുക്കൊരു സ്ട്രെസ് വരുവോ അല്ലെങ്കിൽ പേടി വരുവോ അല്ലെങ്കിൽ നമുക്കൊരു അപകടം വരുവോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ സിസ്റ്റം ആക്ടിവേറ്റഡ് ആവും. ഈ സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം പെട്ടെന്ന് ആക്റ്റീവ് ആവും. അപ്പൊ ഇത് ആക്റ്റീവ് ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മളെ അവിടെ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ് ഈ സിസ്റ്റത്തിന്റെ ഉദ്ദേശം. അപ്പൊ എന്താന്ന് വെച്ചാല് പെട്ടെന്ന് നമ്മുടെ ബോഡി ചില ഫങ്ഷൻസ് ചെയ്യും. അതായത് ഹാർട്ട് റേറ്റ് കൂടും. കാരണം എന്താ വെച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ ഫാസ്റ്റ് ആണ് നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ. അതുപോലെ
നമ്മുടെ മസിൽസ് ടെൻസ്ഡ് ആവും, അല്ലെങ്കിൽ മസിൽസ് ശക്തമാവും, പെട്ടെന്ന് വരിഞ്ഞു മുറുകും. കാരണം എന്താ വെച്ചാൽ നമുക്ക് പുലിയുടെ അടുത്തൊന്നും അല്ലെങ്കിൽ കടുവയുടെ അടുത്ത് രക്ഷപ്പെടണം, നമുക്ക് ഓടണം. അപ്പൊ അതിന് നമ്മുടെ മസിൽസ് പെട്ടെന്ന് ടെൻസ്ഡ് ആവും. അല്ലാതെ മസിൽ ഭയങ്കര ലൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഓടാൻ പറ്റത്തില്ല. മസിൽസ് ടെൻസ്ഡ് ആവും. അപ്പൊ അതുപോലെ തന്നെ ബോഡിയുടെ ചില ഫങ്ഷൻസ് ഇത് വിത്ത്ഹെൽഡ് ചെയ്യും. ഉദാഹരണത്തിന് പറഞ്ഞ ഇപ്പൊ നമ്മുടെ ഡൈജഷൻ, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഇതൊക്കെ പെട്ടെന്ന് നമ്മള് ഇത് സ്റ്റോപ്പ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ അതിലേക്കൊന്നും ഒരു എനർജി കൊടുക്കണ്ട, പെട്ടെന്ന് നമ്മുടെ ബോഡിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എക്യൂപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് പാരസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ പാരസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം ചെയ്യുന്നത്, നമ്മൾ ഇത്തരം ഒരു ഇവന്റ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മളെ ഒരു വീണ്ടും ബോഡിയെ ആ ഒരു ബാക്ക് ടു നോർമൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരികയാണ് ഈ പാരസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം ചെയ്യുന്നത്. അതായത് നമുക്ക് പെട്ടെന്ന് നമ്മളെ കാമാക്കും, പെട്ടെന്ന് നമ്മുടെ ഹാർട്ട് റേറ്റ് കുറയ്ക്കും, അതുപോലെ തന്നെ മസിൽസിനെ റിലാക്സ് ചെയ്യും, അതുപോലെ ഡൈജഷൻ കൂട്ടും, നമ്മളെ വീണ്ടും ആ ഒരു നോർമൽ, നമ്മളൊക്കെ കൊഹീറന്റ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഹാർട്ട് റിതം നമുക്ക് വരികയും ചെയ്യും. അപ്പൊ ഇത് രണ്ടും മാറി മാറിയാണ് സംഭവിക്കുന്നത്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സിമ്പത്തറ്റിക് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ബാക്ക് ടു നോർമൽ, ആ സിറ്റുവേഷനിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മളെ നോർമൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാരസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഡെയിലി ലൈഫിലും ഇത് ചെറുതും വലുതുമായിട്ടുള്ള തോതുകളിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഓഫീസിൽ പോവുകയാണ്. ഓഫീസിൽ ചെല്ലുമ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം ഒരു മീറ്റിംഗ് ഉണ്ട്, നമ്മൾ മാനേജറുമായിട്ട് ഒരുപക്ഷെ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഓൾറെഡി തന്നെ നമ്മുടെ ബോഡി നമ്മൾ എക്യൂപ്പ് ചെയ്യും. അതായത് ഈ സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം ആക്റ്റീവ് ചെയ്യും. അപ്പൊ ആക്റ്റീവ് ചെയ്യുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി നമുക്ക് സ്ട്രെസ് ഹോർമോൺ തരും. നമ്മൾ ചെറുതായിട്ട് പാനിക്കാവും, സ്ട്രെസ് ഹോർമോൺ തരും, നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും, ഇതൊക്കെ നമുക്ക് കിട്ടും. ഇപ്പൊ ഇതുപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ പല സിറ്റുവേഷൻ വരുമ്പോഴും നമുക്ക് ഈ സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം കൂടുതൽ സമയം ആക്റ്റീവാണ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ പല ആളുകൾക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം ആക്റ്റീവ് ആകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ സമയത്ത് തന്നെ ഈ സ്ട്രെസ് ഹോർമോൺ, കോർട്ടിസോൾ എന്ന് പറയുന്ന ആ ഒരു സ്ട്രെസ് ഹോർമോൺ നമ്മുടെ ബോഡിയിലേക്ക് സ്പ്രെഡ് ചെയ്യും. സത്യത്തിൽ ഇത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഒരു സിറ്റുവേഷനിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ സർവൈവൽ ഹോർമോൺ എന്ന് പറയുന്നത് നിലനിന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ ബോഡിക്ക് നല്ലതല്ല. കാരണം നമ്മൾ 24 മണിക്കൂറും നമ്മൾ ഈ സിമ്പത്തറ്റിക് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും, നമ്മുടെ മൈൻഡ് സെറ്റിനെ ബാധിക്കും, ഓവറോൾ നമ്മുടെ ഒരു ബേസ് ലൈൻ വൈബ്രേഷണൽ ഫ്രീക്വൻസി എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ ബാധിക്കും. ഇപ്പൊ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റത്തിന്റെ ആക്ടിവേഷനിലാണ്. കാരണം നമ്മൾ ഡെയിലി നോക്കുമ്പോൾ പല സിറ്റുവേഷനിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി ഇതുമായിട്ട് റിയാക്ട്. കാരണം സിമ്പത്തറ്റിക് എപ്പോഴൊക്കെ നമ്മൾ സേഫ് അല്ല, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കംഫർട്ട് ആണ് എന്ന് നമ്മുടെ ബോഡി ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം ആക്റ്റീവ് ആവാൻ തുടങ്ങും. ഇനി ഈ പാരസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം ആക്റ്റീവ് ആവാനുള്ള സമയം കിട്ടിയില്ലെങ്കിൽ 24 മണിക്കൂറും ചിലപ്പോൾ നമ്മൾ ഈ സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റത്തിലായിരിക്കും ചിലപ്പോൾ ആക്റ്റീവ് ആവുന്നത്. കൂടിയ ഹാർട്ട് റേറ്റ്, മസിൽ ടെൻസ്ഡ് ആവും. കുറെ കഴിയുമ്പോഴാണ് നമ്മുടെ മസിൽസ് ഒക്കെ നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്കും വളരെ ടെൻസ്ഡ് ആയിട്ടായിരിക്കും. കാരണം നമ്മൾ റിലാക്സ് ചെയ്യുന്നില്ല, മസിൽസ് റിലാക്സ് ചെയ്യുന്നില്ല. അപ്പൊ ഇത് നമ്മുടെ പല ഫിസിക്കൽ കണ്ടീഷനെയും വേഴ്സ് ആക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മൾ സംഭവിക്കുന്നതാണ്. ഇനി നമുക്ക് എന്താണ് നമ്മുടെ ബോഡി, ഈ ഒരു കാര്യം ഇതിന്റെ ഒരു സയൻസ് ആണ്. ഇനി നമുക്ക് എന്താണ് നോർമലി നമ്മളൊരു പ്രാക്ടിക്കലി നമ്മുടെ ബോഡിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ബോഡി എന്ന് പറയുന്നത് നമ്മുടെ പാസ്റ്റിന്റെ ഒരു കളക്ഷനാണ്, അതിന്റെ ഒരു റെക്കോർഡാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത്. ഇപ്പൊ ബോഡിയെ സംബന്ധിച്ചിടത്തോളം ബോഡിക്ക് മുമ്പ് പറഞ്ഞതുപോലെ ഒറ്റ കാര്യമാണ് ബോഡിക്ക് ചിന്തിക്കേണ്ടത്: നമ്മൾ സേഫ് ആണോ, നമ്മൾ ഡേഞ്ചറിലാണോ. ഈ രണ്ട് കാര്യം, നമ്മൾ ഡേഞ്ചറിൽ നിന്ന് സംരക്ഷിക്കുക, നമ്മൾ സേഫ് ആയിട്ട് നിർത്തുക, ഇതാണ് നമ്മുടെ ബോഡിയുടെ കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റത്തിലാണ് നമ്മൾ കൂടുതൽ സമയവും ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ചില റിപ്പീറ്റഡ് ഇമോഷൻസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ഭയം. കാരണം ഈ ഭയത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ
ആ ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ സിമ്പതറ്റിക് നെർവ് സിസ്റ്റം ആക്റ്റീവ് ആവുന്നത്. അപ്പൊ ഇത് സ്ഥിരമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഒരു ഇമോഷനാണ് ഫിയർ, പേടി, അല്ലെങ്കിൽ ഗിൽറ്റ്. ചിലപ്പോൾ നമുക്കുണ്ടാവും, പണ്ട് പാസ്റ്റില് നമുക്കുണ്ടായിട്ടുള്ള, നമ്മൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും കുഴപ്പത്തെ വിചാരിച്ചിട്ടുണ്ടാവുന്ന ഒരു ഗിൽറ്റ് അല്ലെങ്കിൽ സാഡ്നെസ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ ഒരു ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇമോഷൻ ആയിട്ട് മാറും. ഈ പറഞ്ഞതുപോലെ നമ്മുടെ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങൾ, കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് നമ്മൾ ക്യാരി ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ഫ്യൂച്ചറിന് തടസ്സം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ബോഡിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബോഡി എപ്പോഴും ക്രേവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫെമിലിയർ ആയിട്ടുള്ള എന്താണോ ഫെമിലിയർ, അതാണ് നമ്മുടെ ബോഡിക്ക് ഇഷ്ടം. നമ്മുടെ ബ്രെയിനിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്, ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ബോഡിക്ക് ഇഷ്ടം. ഇപ്പൊ നമുക്ക് അറിയാം, ചില സമയത്ത് നമ്മളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ചിലപ്പോൾ ഒരു കുറച്ച് ഡിപ്രസീവ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് സാഡ്നെസ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമാണ് അങ്ങനെ ഇരിക്കാൻ. നമുക്കറിയാം ഈ സാഡ്നെസ്സിൽ നിന്ന് നമുക്ക് മാറണം, ഇതൊരു സുഖമില്ലാത്ത അവസ്ഥയാണ്, എങ്കിൽ പോലും ആ സാഡ്നെസ്സും ഒരു കംഫർട്ട് തരുന്നുണ്ട്. നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ലയോ? അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സാഡ്നെസ്സിൽ ഇരിക്കാനും നമുക്കൊരു കംഫർട്ട് തരും. അപ്പൊ ഈ സാഡ്നെസ് ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചിലപ്പോ നമുക്ക് അടുത്തുള്ള ആൾക്കാരോട് നമ്മുടെ വിഷമങ്ങൾ നമ്മൾ പറയും, അല്ലെങ്കിൽ നമ്മൾ ചിലര് ദൈവത്തോട് വിഷമം പറയും, ചിലര് സ്വയം പരിതപിക്കും, നമുക്ക് ഇങ്ങനെയൊക്കെ അവസ്ഥ വന്നിട്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ പഴയ പാസ്റ്റിന്റെ റെക്കോർഡുകൾ ഇങ്ങനെ എടുത്ത് വീണ്ടും വീണ്ടും, അപ്പൊ നമ്മൾ ഓരോ തവണ ഇങ്ങനെ ഈ ഒരു സാഡ്നെസ്സിൽ നമ്മൾ ഇൻഡൾജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് പുതിയ റെക്കോർഡുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബോഡിയിൽ. അതായത് നമുക്ക് കൂടുതൽ ഫെമിലിയർ ആണ്. ബോഡിക്ക് നമ്മൾ സാഡ് ആണോ ഹാപ്പി ആണോ അതൊന്നും പ്രശ്നമല്ല. ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഫെമിലിയർ. നമ്മൾ കുറെ കാലമായിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്, കുറെ പ്രശ്നത്തിലാണ്. അപ്പൊ നമ്മളിങ്ങനെ അതേപ്പറ്റി സംസാരിക്കുകയും അതേപ്പറ്റി ചിന്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ബോഡി അത് ഇഷ്ടപ്പെട്ടു തുടങ്ങും. അപ്പൊ ആ കംഫർട്ടിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ബോഡി ഇങ്ങനെ ആഹ് ആ ഒരു അതൊരു കംഫർട്ട് നമുക്ക് തന്നുകൊണ്ടിരിക്കും. അപ്പോ ഈ ഒരു ഈ ഒരു ഇമോഷനാണ് നമ്മുടെ ബോഡിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഒരു ഇമോഷൻ അല്ല, എന്താണോ ഫെമിലിയർ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ഒന്ന് ആലോചിക്കുക, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ബോഡിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ, ഇപ്പോ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് സംസാരിക്കാൻ വളരെ ഇഷ്ടമാണ്. കാരണം വെച്ചാൽ നമുക്ക് ഫെമിലിയാരിറ്റി ഉണ്ട് ആളുകളോട് സംസാരിക്കാൻ. എന്നാൽ അൺഫെമിലിയർ ആയിട്ടുള്ള ആളുകളെ എടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് നമുക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. നമുക്ക് അത്ര ഫെമിലിയർ അല്ല, ആളത്ര പരിചയമില്ലാത്ത ആൾക്കാരാണ്. അൺഫെമിലിയർ ആയിട്ടുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും, അല്ലേ? അതേസമയം നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്ഥലത്തോ ഒരു രാജ്യത്തോ ഒരു ഏരിയയിലൊക്കെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ വളരെ ആക്റ്റീവ് ആവും, നമ്മുടെ ബോഡിക്ക് അറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. പക്ഷെ അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു ടെറൈനിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വളരെ ഡിസ്കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതേപോലെ പണത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ പണത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നത്, അതായത് നമുക്കൊരു ഫെമിലിയാരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഫിനാൻഷ്യൽ തെർമോസ്റ്റാറ്റ് ഉണ്ട്. ഇപ്പൊ ഈ ഫിനാൻഷ്യൽ തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അവരുടെ പണത്തിൽ, ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് നമ്മുടെ ഒരു സേവിങ്സ് അക്കൗണ്ടിൽ കിടക്കുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ആവറേജ് എമൗണ്ട് ആയിരിക്കും എപ്പോഴും. ചിലർക്ക് -2000 രൂപയായിരിക്കും, ചിലർക്ക് +2000 രൂപയായിരിക്കും, ചിലർക്ക് 5000 രൂപയായിരിക്കും, ചിലർക്ക് 50,000 ആയിരിക്കും, ചിലർക്ക് 10,000 ആയിരിക്കും, ചിലർക്ക് 1 ലക്ഷം ആയിരിക്കും, ചിലർക്ക് കോടികളായിരിക്കും. ഇപ്പൊ കോടികളാണെന്ന് വിചാരിച്ചു, ഇപ്പൊ ചിലർക്ക് ഇപ്പൊ 5 കോടി രൂപയാണ് സേവിങ്സ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ 5 കോടിയിൽ നിന്ന് പൈസ താണു പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവർ തന്നെ അതെങ്ങനെയെങ്കിലും അതിനെ മേലെ കൊണ്ടുവരാൻ നോക്കും. ഇനി ചില ആളുകള് -2000 അവരുടെ ഫിനാൻഷ്യൽ തെർമോസ്റ്റാറ്റ് എന്നുണ്ടെങ്കിൽ 5000 രൂപ അവിടെ കിടന്നു കഴിഞ്ഞാൽ അവർ വളരെ പെട്ടെന്ന് അത് -2000-ലേക്ക് എത്തിക്കും. അപ്പൊ ഇത് നടത്തുന്നത് നമുക്കറിയാം, നമ്മൾ വലിയ പണക്കാരനാണെന്നൊക്കെ ഈ നാലാമതിരിക്കുന്ന എനിക്കറിയാം. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ ഫെമിലിയർ ആയിരിക്കുന്നത് ഈ മൈനസിലാണെന്നുണ്ടെങ്കിൽ ആ മൈനസ് ആണ് കംഫർട്ട് തരുന്നത്, ആ -2000 കിടക്കും. അപ്പൊ നമുക്ക് ഇത് ഇയാൾക്ക് കോടികൾ കിട്ടിയാലും ഒരു 3-4 മാസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും -2000-ലേക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ അയാൾക്കറിയാം. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ ഇത് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനും ഈ നമ്മുടെ ബ്രെയിനും ബോഡിയും തമ്മിലുള്ള ഈ കൂട്ടായ്മ, ബോഡിയും ഹാർട്ടും തമ്മിലുള്ള ഈ കൂട്ടായ്മയില് അവർക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള കാര്യം അവർ നമ്മൾ പോലും അറിയാതെ എക്സിക്യൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ട്രാപ്പിൽ പെടുന്നത്. ഈ ഈ പ്രതികളെ, ഈ 3 പ്രതികളെയും നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് അത് നമ്മളാണെന്നാണ്. അതാണ് ഈ കുഴപ്പം. അപ്പൊ നമ്മൾ ഈ 3 ഇൻസ്ട്രുമെന്റ്സിനെയും അല്ലെങ്കിൽ ഈ 3 പ്രതികളെയും
നമ്മളല്ല, ഇത് 3 സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ നമുക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലേക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതുപോലെ തന്നെയാണ് ഇപ്പോ നമുക്ക് നമുക്ക് വാല്യൂസ് നമ്മുടെ ഫാമിലിയിൽ നിന്ന് കിട്ടും, ചില ഫെമിലിയർ ആയിട്ടുള്ള വാല്യൂസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടും, നമ്മളുടെ റിലീജിയനിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച നമ്മുടെ സ്ഥലത്തുനിന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ബോഡിയിലേക്ക് എംബഡഡ് ആയിട്ടിരിക്കുകയാണ്. ഇന്ന കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് ചെറുപ്പത്തിലെ ഇപ്പൊ പഠിച്ചിരിക്കുന്നത് പണം ഉണ്ടാക്കുന്നത് ഈവിളാണ് എന്നാണ്. ആ ഒരു നമുക്കൊരു റിലീജിയസ് ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടിയിരിക്കുന്നത് വെച്ചാൽ പണം ഉണ്ടാക്കുന്നവർക്കെല്ലാം പ്രശ്നമാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നതെന്നുണ്ടെങ്കിൽ അയാളുടെ ഒരു മന്ത്ലി ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ -2000 ആയിരിക്കും അക്കൗണ്ടിൽ കിടക്കുന്നത്. കാരണം പണം ഉണ്ടാക്കുന്നത് ഈവിളാണ്. നമുക്ക് കഷ്ടപ്പെടുന്നതിന് കുഴപ്പമില്ല. കാരണം അതേപോലെ തന്നെ നമ്മൾ ചില ആൾക്കാരുടെ സ്ഥിരം പറയുന്നത് ജീവിതം എന്ന് പറയുന്നതൊക്കെ കഷ്ടപ്പാടല്ലേ. എപ്പോഴും ജീവിതത്തിൽ കുറെ കഷ്ടപ്പാടൊക്കെ നമ്മൾ അനുഭവിക്കണം. അതാണ്, എപ്പോഴും പൈസ ഉണ്ടാവണമെന്നൊന്നും ഇല്ല. ഇതൊക്കെ നമ്മൾ സമാധാനത്തിന് പറയുന്ന കാര്യങ്ങളാണെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ബോഡിനെ പഠിപ്പിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതാണ് ശരി എന്ന് നമ്മുടെ ബോഡി തീരുമാനിക്കും. അതുപോലെ തന്നെ പറയും, പൈസയിലൊന്നും വലിയ കാര്യമില്ല, പൈസ ഉണ്ടായിട്ട് എന്താ കാര്യം, പൈസയിലല്ലല്ലോ കാര്യം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണം ഉണ്ടാവില്ല ഉറപ്പായിട്ടും. കാരണം എന്താ വെച്ചാൽ പൈസ കാര്യമില്ല എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി അതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇനി ചെറിയ കാര്യങ്ങൾ പോലും ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ നമ്മളൊരു ഹോട്ടലില് ഭക്ഷണം കഴിക്കാൻ കയറുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ അവിടെ പോയി ഹാൻഡ് വാഷ് ചെയ്യുന്ന ആ ഒരു ടാപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ ഒരു വാഷ് ബേസിൻ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു ചെന്നിട്ടും തീർച്ചയായിട്ടും ആ സെയിം വാഷിൽ തന്നെ ആയിരിക്കും ഹാൻഡ് വാഷ് ചെയ്യാൻ സാധ്യത കൂടുതൽ. ആണോ അല്ലയോ? ശരിയല്ലേ? എത്ര പേര് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്? ശരിയല്ലേ? അതേസമയം നമ്മൾ വാഷ് ചെയ്തിട്ടുള്ള ആ സെയിം ടാപ്പിൽ വേറൊരാൾ ചിലപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യും, അയാൾ മാറിയിട്ട് നമ്മൾ ഇത് ചെയ്യാം. വേറെ ഇഷ്ടം പോലെ അപ്പുറത്തുണ്ടാവും. ശരിയല്ലേ? എഗ്രി ചെയ്യുന്നുണ്ടോ? അല്ലേ? ചെറിയൊരു കാര്യമാണ്. നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കാൻ ഒരു ടേബിൾ ഉണ്ടാവും. ആ ടേബിൾ വേറെ ആരെങ്കിലും വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. ചെറിയ കാര്യമാണ്, പക്ഷെ നമ്മുടെ ബോഡിക്ക് ഏറ്റവും ഇഷ്ടം ഏറ്റവും മിനിമൽ ആയിട്ട് അയാൾക്ക് അറിയാവുന്ന കാര്യം. സെയിം ചെയേഴ്സ്. അതെ, എക്സാക്ട്ലി. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാനാണ് നമുക്ക് ഇഷ്ടം. ഐ മീൻ, ബോഡി എപ്പോഴും പ്രിഫർ ചെയ്യുന്ന അതാണ്. അപ്പൊ ഇതിനകത്ത് പ്രശ്നം എന്താണ്? നമ്മൾ ഇതുവരേക്കും ഇപ്പൊ 40 വയസ്സുള്ള ഒരാളാണെങ്കിൽ കഴിഞ്ഞ 40 വർഷം വരെ എന്താണ് അയാൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളത്, എന്താണ് അയാളുടെ ബോഡി ഇത്രയും കാലം എക്സ്പീരിയൻസ് ചെയ്തിരുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. അപ്പൊ ഇതിനെ ബോധപൂർവം നമ്മൾ നേരിട്ടില്ലെങ്കിൽ നമ്മൾ പ്രശ്നത്തിലാവും. ഇനി ഇതൊക്കെ പറഞ്ഞാലും നമ്മൾ പറയുന്നത് ബോഡിക്ക് ഫെമിലിയാരിറ്റി ആണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ബോഡിക്ക് പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും അതുപോലെ ഇഷ്ടമാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ പുതിയ സ്ഥലങ്ങൾ സഞ്ചരിക്കുന്നത് ബോഡിക്ക് ഇഷ്ടമാണ്. പുതിയ പുതിയ എക്സ്പീരിയൻസസ് എടുക്കുന്നത് ബോഡിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. പുതിയ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഇഷ്ടമാണ്. പുതിയ ആളുകളെ പരിചയപ്പെടുന്ന ഇഷ്ടമാണ്. ഇപ്പം പണമില്ലെങ്കിൽ പണം ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ്. പക്ഷെ ഈ പറയുന്ന പോലെയാണ്, നമ്മളിപ്പോ ഒരു യാത്ര ചെയ്യണം നമുക്ക് ബോഡിക്ക് ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ ഇതുവരെ യാത്ര ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഒരു എയർ ടിക്കറ്റ് പോലും എടുക്കത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും വേണോ വേണ്ടയോ. അപ്പൊ എന്താണ് അവിടെ ബോഡി ചിന്തിക്കുന്നത് വെച്ചാല് ഇത് സേഫ് ആണോ, ഇപ്പൊ ഈ യാത്ര സേഫ് ആണോ. ഈ സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ മാത്രമല്ല, എൻറ്റയർ നമ്മൾ നോക്കും. നമ്മുടെ ഫിനാൻഷ്യലി നമ്മൾ സേഫ് ആണോ, അല്ലെങ്കിൽ പോകാൻ പറ്റുമോ, നമുക്ക് പൈസ ഉണ്ടോ. അപ്പോൾ എല്ലാത്തിനും നമ്മൾ ബോഡി നോക്കുന്ന ഒറ്റ കാര്യം എന്ന് പറയുന്നത് സേഫ്റ്റിയാണ്. നമുക്ക് ഇത് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളുമായിട്ട് നമ്മളിപ്പോൾ ഒരു മീറ്റിങ്ങിന് പോയി ഒരാൾ പരിചയപ്പെടാൻ പോകുമ്പോൾ നമ്മുടെ ബോഡി എന്ത് വെച്ചാൽ നമുക്ക് ഡിസ്കംഫർട്ട് തരും. കാരണം എന്താ വെച്ചാൽ അയാൾ ഫെമിലിയർ അല്ലാത്ത ഒരാളാണ്. അപ്പൊ അയാൾ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ബോഡി ഇതൊന്നും അല്ല ചിന്തിക്കുന്നത്. ബോഡി നോക്കുന്നത് അയാളോട് പുതിയ ഒരാൾ സംസാരിക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയുടെ ഒരു ഡിഫോൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സേഫ് അല്ല, പുള്ളിയോട് സംസാരിക്കണം എന്ന് വെച്ചാൽ പുള്ളി നമ്മൾ ആക്രമിക്കും എന്നുള്ളതല്ല. ബോഡിയുടെ ഭാഷയിൽ സേഫ്റ്റിയാണ്. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്നത് അൺസേഫ് ആണ് എന്നാണ് ബോഡി വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയൊരു സ്ഥലത്ത് ചെന്ന ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാൻ മടി വരും. നമ്മൾ പതുക്കെ അവിടെ നിന്ന് വിഡ്രോ ചെയ്യാൻ തുടങ്ങും. പുതിയ വഴികൾ നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് വഴി ഒന്ന് മാറിപ്പോയാലോ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും വേണ്ട, നമുക്ക് അറിയാവുന്ന വഴി പോകാം. അപ്പൊ ഇത് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ വലിയ വലിയ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ ബോഡി എത്രത്തോളം റെസിസ്റ്റ് ചെയ്യും എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ലൈഫിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്ത പോകുമ്പോഴത്തേക്കും ബോഡി എത്രത്തോളം അതിനകത്ത് റെസിസ്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കുക. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് പറയുന്നത് യെസ് ഐ വാണ്ട് ചേഞ്ച്. നമുക്ക് ചേഞ്ച് വേണം. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഈ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുന്നത്. നമ്മുടെ കോൺഷ്യസ് മൈൻഡ് പറയുന്നത് നമുക്ക് ചേഞ്ച് വേണം എന്ന് തന്നെയാണ്.
പക്ഷെ നമ്മുടെ ബോഡിയുടെ ഒരു ഇമോഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇമോഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും ലാഗ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി. ഇമോഷൻസ് ലാഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല. ഇപ്പോ ഞാൻ അനസുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ നല്ല റാപ്പോര് ഞാനും അനസ് തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അനസിന്റെ ബിസിനസിനെ കുറിച്ചും അനസിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അനസും വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ തമ്മിൽ നല്ലൊരു റാപ്പോ. അപ്പൊ ഞാൻ അനസിനോട് ഇങ്ങനെ ഞാൻ പറയുകയാണ്. ആ, അപ്പൊ അനസിന്റെ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്നോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അനസിന്റെ പ്ലാൻ. ഇങ്ങനെ അനസിനോട് പറയാൻ പോവാണ്, വലിയൊരു പ്രൊജക്ടിന്റെ കാര്യം പറയാൻ പോവാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ അനസിനോട് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ അനസിനോട് പറയും, കാര്യമൊക്കെ ശരിയാണ് അനസെ, പക്ഷെ അനസിനെ പറ്റി ഇവിടെ ആളുകൾ പറയുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ല. അനസിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയും ആളുകൾ പറയുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ല എന്ന് ഞാൻ അനസിന്റെ അടുത്ത് ഒറ്റ പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അനസ് പെട്ടെന്ന് ആ അതുവരെയും അനസ് പറയാൻ പറ്റിയത് സർവ്വ കാര്യവും പോയിട്ട് ഈ ഇമോഷൻ അനസിനെ ഹൈജാക്ക് ചെയ്യും, കംപ്ലീറ്റ് അനസിനെ അങ്ങ് കൊണ്ടുപോകും. അപ്പൊ അനസ് ഒരു പിന്നെ അനസിന്റെ മനസ്സിൽ വിചാരിക്കും, ഇത് ആരായിരിക്കും എന്നോട് പറഞ്ഞേക്കുന്നത്, അപ്പൊ പാസ്റ്റിൽ ഞാൻ എന്തൊക്കെയായിരിക്കും ചെയ്തേക്കുന്നത്, അതാണോ ഇപ്പൊ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അപ്പം ഞാൻ ഇതിനിടയ്ക്ക് വേറെ കാര്യം പറയുന്നുണ്ട്, പക്ഷെ ഇതൊന്നും അനസിന്റെ തലയിലോട്ട് കയറത്തില്ല. അനസ് ഇങ്ങനെ ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോഴത്തേക്കും പെട്ടെന്ന് അനസിന് മനസ്സിലാവുന്നുണ്ട്, അല്ല, അനസിന് പെട്ടെന്ന് തിരിച്ചറിഞ്ഞു, ഓക്കെ ഞാൻ ശരിയാണ്, പിന്നെ ഇപ്പൊ ഞാൻ എങ്ങനെയാണ് എനിക്ക് കാര്യം പറയണമല്ലോ, എങ്ങനെ പറയണമല്ലോ, ഇങ്ങനെ പറഞ്ഞ് ഈ ചിന്ത വരുന്നുണ്ട് അനസിന്. പക്ഷെ അനസിന് ഇമോഷനിൽ നിന്ന് അനസിനെ എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഇമോഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി കിടക്കും. കാരണം പഴയതുമായിട്ട് കണക്ട് ചെയ്തു, അനസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ, ഇതൊക്കെ അനസ് ഇങ്ങനെ പെട്ടെന്ന് വിചാരിച്ച് അതിനകത്ത് കിടന്ന് ഇങ്ങനെ കറങ്ങും. അപ്പൊ ഇതൊരു വലിയ ട്രാപ്പാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പാസ്റ്റില് നമ്മൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇമോഷണലി നമുക്ക് ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ ആ ഇമോഷനിൽ നിന്ന് നമുക്ക് കയറി വരാൻ നമുക്ക് ഒരുപാട് സമയമെടുക്കും. ഇതൊരു ഹ്യൂമൻ നേച്ചറാണ്. അപ്പൊ നമ്മളത് തിരിച്ചറിയണം. കാരണം എന്താ വെച്ചാൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഈ ഇമോഷൻ കയറി വരാൻ കുറച്ച് സമയമെടുക്കും. പക്ഷെ ചിന്തകൾക്ക് സമയമില്ല, ചിന്തകൾ പെട്ടെന്ന് വരും. അപ്പൊ ഞാൻ പെട്ടെന്ന് അനസിനോട് പറയാം, അനസേ അത് കുഴപ്പമില്ല അനസ്, ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല, പക്ഷെ ഞാൻ ജസ്റ്റ് അനസിനോടൊന്ന് പറഞ്ഞതേ ഉള്ളൂ, ഇങ്ങനെ കേട്ട കാര്യം ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ, അനസ് അത് മൈൻഡ് ആക്കണ്ട എന്ന് ഞാനിങ്ങനെ വെറുതെ പറഞ്ഞാലും അനസ് മൈൻഡ് ആക്കാതിരിക്കുമോ? അനസിന്റെ അന്നത്തെ ദിവസം പോകും. കാരണം അനസ് മൊത്തം ചിന്തിക്കാൻ തുടങ്ങി. അത്രയും നല്ല റാപ്പ് പോലെ സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമായി പോയി എന്നുള്ളത് അനസ് പെട്ടെന്ന് ഇങ്ങനെ, അതെന്തിനാ പുള്ളി അങ്ങനെ പറയാൻ പോയത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിങ്ങനെ ചിന്തിക്കും. പണ്ട് ഞാൻ എന്തായിരിക്കും ചെയ്തത് ഇതിങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെയുള്ള ഇമോഷൻസ് നമ്മൾ നിരന്തരം ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും അതാ ഞാൻ പറയാം, നമ്മുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും ലാഗ് ചെയ്യും, നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ കിടക്കും. അപ്പൊ അപ്പൊ ഇങ്ങനെ കിടക്കുന്ന ഒരു ബോഡിയിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ പ്ലാൻ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതായത് ഇതുപോലെ പലതരത്തിലുള്ള നമ്മുടെ പാസ്റ്റിൽ കിടക്കുന്ന കാര്യങ്ങളെ നമ്മൾ ഇങ്ങനെ ഇൻഡൽജ് ചെയ്ത് പല പ്രശ്നത്തിൽ കിടക്കുന്ന ഒരു കാര്യത്തിലാണ് നമ്മൾ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്, അതായത് ഇതേ ഈ സെയിം ബോഡിയിൽ സെയിം ആക്ഷനിൽ സെയിം ഇമോഷനിൽ നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ പെട്ടെന്ന് ബിൽഡ് ചെയ്യാൻ പറ്റും. ബുദ്ധിമുട്ടാണ് അല്ലെ? പക്ഷെ പറ്റും, പറ്റായികയൊന്നുമില്ല, തീർച്ചയായിട്ടും പറ്റും. അതാണ് മാനിഫെസ്റ്റേഷന്റെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളപ്പോ ഇതെന്താന്ന് വെച്ചാൽ കറക്റ്റ് നമ്മുടെ അവയർനെസ് എവിടെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്കറിയാം. എന്നാൽ ഈ ലൈഫിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ കേരളത്തിലോ അല്ലെങ്കിൽ എവിടെയാണ് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ പേരുണ്ട് ഒരുപാട് ഹരാസ് ചെയ്യപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ജനതയുടെ മുമ്പിൽ ഒരുപാട് നാണം കെട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയില്ല അവർക്കൊക്കെ ഭയങ്കര തൊലിക്കെട്ടിയുള്ള ആൾക്കാരാണ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ? അപ്പം നമുക്ക് ഇതിനൊക്കെ മേലെ ഇതിനൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുന്ന വളരെ തീക്ഷ്ണമായ ഒരു ഇമോഷൻ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് പോകും. പറഞ്ഞ മനസ്സിലായോ? അതായത് നമ്മുടെ ഈ പാസ്റ്റിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ കിടന്നാലും അതിനേലും ഒക്കെ മേലെയുള്ള വളരെ തീക്ഷ്ണമായിട്ടുള്ള ഒരു ഇമോഷൻ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ബോഡി അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ പോകും. ശരിയല്ലേ? ഇപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞ അതേ ഉദാഹരണം തന്നെ പറയാണ്. സെയിം ഈ 2 കോടിയുടെ കാര്യം ഞാൻ പറയാണ്. നിങ്ങൾക്ക് ഒരു ബാങ്ക് ഓഫർ ചെയ്യാണ്, നിങ്ങൾ രാവിലെ എഴുന്നേക്കും. കാരണം എന്താ വെച്ചാൽ അവിടെ എന്താണ്, നിങ്ങൾക്ക് ഒരു അഷുറൻസ് കിട്ടി.
ബ്രെയിൻ അഷുറൻസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ സർട്ടനിറ്റി ആണ് വേണ്ടതെങ്കിൽ ബോഡി ചിന്തിക്കുന്നത് അത് സേഫ് ആണ്, ഇറ്റ്സ് സേഫ് ടു ട്രൈ. കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും എന്നുള്ള ഒരു അഷുറൻസ് കിട്ടി, അല്ലെങ്കിൽ ഒരു സേഫ് ആണ് കിട്ടിയപ്പോഴത്തേക്കും രാവിലെ എഴുന്നേക്കാൻ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പൊ നമ്മളിനി ഒരു ബിസിനസ് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ നമ്മളൊരു നമ്മൾ പുതിയൊരു പ്രൊജക്ട് നമ്മൾ ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴോ നമ്മളൊരു ആക്ഷൻ എടുക്കാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കത് സേഫ് ആണോ എന്നുള്ള ഒരു സെൽഫ് ഡൗട്ട് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ നമ്മൾ അതിലേക്ക് ടൈമും മണിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ പാസ്റ്റിൽ നമ്മുടെ ഫെയിലിയേഴ്സ് നമ്മൾ കൊണ്ടുവരും. പഴയ പ്രൊജക്ടുകൾ നമ്മൾ കുറെ പരാജയപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പഴയ നമ്മൾ ചിന്തിച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ നടന്നിട്ടില്ല. ചിലപ്പോൾ നമ്മുടെ അടുത്ത ആൾക്കാർ തന്നെ പറയും, നീ പുതിയ പരിപാടി കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്, പഴയതൊക്കെ തീർന്നതിന്റെ മതിയായിട്ടില്ലല്ലോ എന്ന് പറയും. അപ്പൊ അത് കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മളത് ശരിയാ, അപ്പൊ വിചാരിക്കും, ഓ ശരിയാ, ഇനിയിപ്പോ ആ പരിപാടിക്ക് പോകണ്ട എന്ന് വിചാരിക്കും, നമ്മൾ അവിടെ ഇരിക്കും. പക്ഷെ നമുക്കറിയാം ലൈഫിൽ ഇത്തരം റിസ്കുകൾ എടുത്തിട്ടുള്ള ആൾക്കാരാണ് എപ്പോഴും വിജയിച്ചിട്ടുള്ളത്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ശാരീരികമായിട്ടുള്ള ആ ഒരു കെമിക്കൽ ഇമോഷൻ, ഹോർമോണൽ കാര്യങ്ങളാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ബോധപൂർവം ഇന്നതാണ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മളൊരു ആക്ഷൻ എടുക്കുമ്പോഴത്തേക്കും ഇതുവരെ ഫെമിലിയർ അല്ലാത്ത ഒരു ടെറൈനിലേക്ക് നമ്മളൊരു ആക്ഷൻ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി നമ്മളോട് ചോദിക്കും, ഇത് സേഫ് ആണോ. നമ്മുടെ ബ്രെയിൻ നമുക്ക് റെസിസ്റ്റ് തരും, കാരണം ഇതുവരെ അത് കണ്ടിട്ടില്ല. ഇതിനെന്തെങ്കിലും അഷുറൻസ് ഉണ്ടോ, വെറുതെ എന്തിനാണ് ഈ പണിക്ക് പോകുന്നത്, വെറുതെ എന്തിനാണ് നിങ്ങളുടെ എനർജി സമയം വേസ്റ്റ് ചെയ്യുന്നത്, ഇത്തരം ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ സംഭവിക്കുന്നത്, നമ്മൾ ഈ പറയുന്ന നമ്മുടെ പാസ്റ്റ് ഇമോഷൻസിനെയും എല്ലാത്തിനെയും ഓവർകം ചെയ്യാൻ കഴിയുന്ന അതിശക്തമായ ഒരു ഇമോഷൻ നമ്മുടെ ഫ്യൂച്ചറുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിൽ എന്താണോ ആ ഒരു ഇമോഷൻ നമുക്ക് ശക്തമായിട്ട് ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞാൽ, നമ്മുടെ അൺനോൺ ഫ്യൂച്ചർ എന്നുള്ളത് ഏറ്റവും നന്നായിട്ട് നമുക്ക് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ പറ്റിയാൽ, അതായത് വിത്ത് ഓൾ ഇമോഷൻ നമ്മുടെ ഫ്യൂച്ചർ എന്താണെന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ആ ഇമോഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിൻ പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളുടെ ഇത്തരം ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ബോഡിയുടെ ഈ ഇമോഷണൽ ചാർജുകളൊക്കെ പതുക്കെ കുറയാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്റ്റിലുള്ള നമ്മളുടെ ഇമോഷൻസിനെ ഫ്യൂച്ചറിൽ നമ്മൾ ആവാൻ പോകുന്ന ആ ഇമോഷൻ കൊണ്ട് റീറൈറ്റ് ചെയ്യപ്പെടുക എന്ന് പറയും. അത് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ നമ്മൾ എന്ന് പറയുന്ന ആ ഒരു ആളെ ഫ്യൂച്ചറിലുള്ള ഒരാളുടെ ഇമോഷനുമായിട്ട് നമ്മുടെ ബോഡി റീറൈറ്റ് ചെയ്യപ്പെട്ടാൽ, പിന്നെ ഇപ്പൊ അനസിനോട് ഞാൻ പറയുകയാണ്, അനസെ പഴയ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അനസിന്റെ അടുത്തോടെ പോലും പോകത്തില്ല ആ കാര്യം. നമ്മൾ പറയില്ലേ തൊലിക്കെട്ടി ഉണ്ടാവുക എന്ന് പറയുന്നത്. എസ്പെഷ്യലി നമുക്കറിയാം ഇപ്പൊ പൊളിറ്റീഷ്യൻസ് ഒക്കെ എത്രത്തോളം അലഗേഷൻസ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ അവർ അടുത്ത ഇലക്ഷനെ ഫേസ് ചെയ്യുമ്പോഴത്തേക്കും അതൊക്കെ അവർ മറക്കും. അപ്പൊ അതിനിടയ്ക്ക് എതിരാളികൾ ഏറ്റവും കൂടുതൽ എന്തെല്ലാം അവരുടെ കാര്യങ്ങളെ പറ്റി പറയാറുണ്ട്, പക്ഷെ അത് ഓവർകം ചെയ്യുന്നവരാണ് എപ്പോഴും വിൻ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇത്തരം പൊളിറ്റീഷ്യൻസ് ആണ്. കാരണം അവരാണ് എപ്പോഴും ഏറ്റവും കൂടുതൽ അലഗേഷൻസ്, ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും ആളുകളെ നേരിടുകയും പത്രക്കാരുടെ ഒക്കെ ക്വസ്റ്റ്യൻസിനെ അവർ ഡീൽ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും അവരൊന്ന് ചെറുതായിട്ടൊന്ന് താണു കഴിഞ്ഞാൽ, അവരുടെ കോൺഫിഡൻസ് പോയി കഴിഞ്ഞാൽ പോയി. അപ്പൊ ഇത് അവർക്ക് അറിയാം, അവരത് ചെയ്ത് അവരത് ഫെമിലിയർ ആണ്. അപ്പൊ അവരുടെ ഒരു ഐഡിയ എന്ന് പറയുന്നത്, പാസ്റ്റിൽ എന്ത് സംഭവിച്ചാലും എങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് ഈ ഇലക്ഷൻ എനിക്ക് വിൻ ചെയ്യണം എന്നുള്ള ഒരു ആ ഒരു ഇന്റൻഷനും അതിന്റെ ഒരു എലിവേറ്റഡ് ഇമോഷനും അവർക്ക് കയറി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഈ പറയുന്ന അലഗേഷൻസോ ഈ എതിരാളികൾ പറയുന്ന കാര്യങ്ങളൊന്നും അവരെ ബാധിക്കുകയില്ല. അപ്പൊ നമ്മള് ചെറുപ്പം മുതലേ നമ്മൾ പഠിച്ചു പോന്നിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ പോരുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ ഒരു ഉള്ളിൽ എങ്ങനെയൊക്കെയോ വന്നുകൂടിയിട്ടുള്ള റിഗ്രറ്റ്, സെൽഫ് പിറ്റി, അല്ലെങ്കിൽ അൺവർത്തിനെസ്, ഇതൊക്കെ ശരിയാണെന്ന് നമ്മൾ വിചാരിച്ച് നമ്മൾ അതിന്റെ ഒരു അക്കുമുലേഷൻ ആണ് നമ്മൾ ബോഡിയിൽ നിന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഒരു ശക്തമായ ഒരു ആക്ഷന് നമ്മൾ എടുക്കാതെ നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കോർ ഐഡിയ എന്താന്ന് വെച്ചാൽ, നമ്മുടെ ബോഡിയെയും ബ്രെയിനെയും നമ്മുടെ ഇമോഷനെയും നമ്മൾ ഫ്യൂച്ചറിലുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരാളുടെ ഇമോഷൻ എക്സാക്ട്ലി എങ്ങനെയാണോ അത് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ പാസ്റ്റ് റീറൈറ്റ് ചെയ്യപ്പെടും. പാസ്റ്റിൽ എന്ത് സംഭവിച്ചാലും അത് റീറൈറ്റ് ചെയ്യപ്പെടും. നമ്മൾ ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഓൾഡ് സ്റ്റോറി, അല്ലെ? നമ്മൾ ആ ഓൾഡ് സ്റ്റോറിയിൽ നമ്മൾ ജീവിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു പുതിയ സ്റ്റോറി നമ്മൾ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്.
നമ്മുടെ ഫ്യൂച്ചറിൽ എന്തായിരിക്കും എന്നുള്ള ഒരു പുതിയ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും വലിയൊരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാസ്റ്റിൽ പല കാര്യങ്ങളും നമ്മൾ നടന്നു എന്ന് വിചാരിച്ചിട്ടുള്ള നമ്മുടെ പല കാര്യങ്ങളും ചിലപ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കത്തുണ്ടാവില്ല അത് നടന്നിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ പാസ്റ്റിനെ കുറിച്ച് നമ്മൾ ശരിയെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു 70% കാര്യങ്ങൾ തെറ്റാണ് എന്നാണ് പറയുന്നത്. അപ്പോ നമ്മൾ ഇതിനെ, നമ്മുടെ പാസ്റ്റിനെ നമ്മൾ റീറൈറ്റ് ചെയ്യണം. ഇതൊന്നും അല്ല നമ്മുടെ പാസ്റ്റ്. നമുക്ക് എല്ലാ മനുഷ്യർക്കും ഏതെങ്കിലുമൊക്കെ കുഴപ്പത്തിലൂടെ നമ്മൾ പാസ്റ്റിൽ പോയിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ഒരുപക്ഷെ ഇപ്പൊ നമ്മുടെ റിലീജിയനോ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയോ ഒക്കെ ചിലപ്പോൾ നമ്മൾ അത് ചെയ്തത് തെറ്റാണ് എന്ന് നമ്മളിങ്ങനെ ചിലപ്പോൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഇനി നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ പാസ്റ്റിൽ തൂങ്ങിക്കിടന്നിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അതൊരു ഓൾഡ് സ്റ്റോറിയാണ്. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള നമ്മുടെ പാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഓൾഡ് സ്റ്റോറിയാണ്. അപ്പൊ ആ ഓൾഡ് സ്റ്റോറിയാണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിപ്പോ അനസിന്റെ പാസ്റ്റിന്റെ എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞാൽ അനസിനെ അടുത്തോടെ പോലെ അപ്പൊ അനസ് പറയും, അത് മനു, അത് ശരിയായിരിക്കാം, അങ്ങനെ പല ആൾക്കാരും ഒക്കെ പറഞ്ഞു നടക്കുന്നു. ഓക്കെ, നമുക്ക് ഞാൻ പറയാൻ വന്ന പ്ലാനിലേക്ക് നമുക്ക് കിടക്കാം എന്ന് അനസിന് പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ പറ്റും. കാരണം എന്താന്ന് വെച്ചാൽ അവിടെ അനസിന് അവിടെ ഹൈജാക്ക് ചെയ്യുന്നത്, കാരണം അനസിന് ഇതൊക്കെ എന്ത് വലിയ കാര്യമൊന്നുമില്ല. അനസ് ചിന്തിക്കുന്നത്, എനിക്കിവിടെ ഞാൻ പറയാൻ കാര്യം പറഞ്ഞ് പിച്ച് ചെയ്യണം, എനിക്ക് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് കാര്യം ഡിസ്കസ് ചെയ്യണം, അത് ആ ഒരു പ്രൊജക്ട് ഓൺ ആവണം, ആ ഒറ്റ കാര്യമുള്ളൂ അവിടെ. അപ്പോൾ ആ തരത്തിലേക്ക് നമ്മുടെ ബ്രെയിനിനെ, നമ്മുടെ ബോഡിയെ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വർക്ക് ചെയ്യും. ഈ 3 ഇൻസ്ട്രുമെന്റും നമുക്ക് അനുകൂലമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പം അതിനുള്ള പരിശീലനമാണ് നമ്മുടെ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഐഡിയ കിട്ടിയോ ഞാൻ ഈ പറഞ്ഞത്? യാ, റൈറ്റ്. അപ്പോ നമുക്ക് ഒരു 2 മിനിറ്റ്സ് ഇന്ന് കിട്ടിയ കാര്യങ്ങൾ നിങ്ങളൊന്ന്, നിങ്ങൾക്ക് കിട്ടിയ വിസ്റ്റം എന്താണ്, ഇതിനകത്ത് പോയിന്റ്സ് എന്താണ് എന്ന് ഒന്ന് നോട്ട് ചെയ്യുക.